മനസ്സിൽ തോന്നില്ല അതുപോലെ തന്നെ നടന്നിരുന്നെങ്കിലോ? എൻ്റെ പ്രായമുണ്ട് ഈ മരത്തിന്. മരം വരെ പൂവിട്ടു. ഇനി ഞാൻ എന്ത് പൂവിടാനാണോ? പെര നിറഞ്ഞ് നിൽക്കാന്നല്ലാതെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നാളൊരു പെങ്കൊച്ചിനെ പ്രപ്പോസ് ചെയ്തില്ലേ? അവളിപ്പോൾ ഓടി വന്നിട്ട് ഐ ലവ് യു ചേട്ടാ. ചേട്ടാ, എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെയോ? കുറേ നാളായി ഞാനിത് പറയണമെന്ന് കരുതുന്നു. ചേട്ടൻ്റെ ആ ലുക്കും, ചേട്ടൻ്റെ ആ സ്റ്റൈലും, ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ദേ, എനിക്ക് പറയാനുള്ളത് ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അയച്ചു നോക്കിയിട്ടൊരു മറുപടി പറയണം. കൊള്ളാലോ കളി. പോയാ മനസ്സിൽ ചിന്തിക്കുന്നല്ല അതുപോലെ തന്നെയോ? ലവ് ലെറ്റർ കിട്ടി, പക്ഷെ ജീവിക്കാൻ പൈസ വേണ്ടി. ഉള്ളതെല്ലാം കാരണന്മാർ തിന്നും തൂറി നശിപ്പിച്ച് വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പം 1,00,000 രൂപ വെറുതെ സൈഡിക്കേ. അല്ലുണ്ടോ? ഇതെന്താ പൊതി? ദൈവമേ, പണോ? ആരും അറിഞ്ഞിട്ടില്ല. പതുക്കെ പോകാം. ഇതിപ്പോൾ എത്രയുണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 4 കെട്ട് 25 എന്ന് വരുമ്പോഴത്തും 1 മനസ്സിൽ കരുതി പോലെ തന്നെ. പക്ഷെ പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി വേണ്ടേ? ജോബ് ഇൻ്റർവ്യൂ ആണെങ്കിൽ ഒന്നും ആകുന്നുമില്ല. എന്ത് ഇതാരാ? മിസ്റ്റർ ശ്യാം, ഞങ്ങൾ ഇൻഫോടെക് എന്നാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 1,00,000 രൂപയാണ് സാലറി. ബാക്കി കാര്യങ്ങൾ മെയിൽ ചെയ്തേക്കാം. ഓക്കെ? ഡബിൾ ഓക്കെ. പെണ്ണായി, ജോലിയായി, കാശായി. അവിടെ നിന്നെടുത്ത് ഇവിടെ ഇട്ട്, ഇവിടുന്ന് അങ്ങോട്ട്. തെങ്ങിനെന്ത് ഇടും നമ്മൾ? യൂറിയ ഇട്ട് കൊടുക്കണം. പഴയ പോലെ കായ് ഫലമൊക്കെ ഉണ്ടോ? ഓല വല്ലം വന്ന് തല വീണാലോ? ഞാനിതെവിടെയാ? എൻ്റെ അത് പീരങ്കിയോ? എൻ്റെ ഉണ്ടായേ ഫോൺ അടിക്കുന്നുണ്ട്. കീൻ ഫ്രേ ആണല്ലോ. മിസ്റ്റർ ശ്യാം, ആ ജോലി നിങ്ങൾക്കല്ലായിരുന്നു. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അയ്യവാ.